മരണനിഴലിൻ താഴ്വരയിൽ നിന്ന് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനൊരു എഴുത്ത് വായിച്ചിട്ടുണ്ട്. ലാസറിൻ്റെ ചിരി എന്നാണ് ആ എഴുത്തിൻ്റെ തലക്കെട്ട്. അതിൻ്റെ പശ്ചാത്തലം യേശുക്രിസ്തു ഉയർപ്പിച്ച ലാസർ, ആ സംഭവങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തിണ്ണയിൽ ഇങ്ങനെ കസേരയിലിരിക്കുന്ന സമയം, ആ നാട്ടിലുള്ള വേദന അനുഭവിക്കുന്നവർ, പ്രതിസന്ധി അനുഭവിക്കുന്നവർ, വിവിധങ്ങളായ രോഗം അനുഭവിക്കുന്നവരൊക്കെ ലാസറിനെ കാണാനായിട്ടെത്തും. അവരുടെയൊക്കെ ആഗ്രഹം ലാസറിനോട് ഈ പ്രശ്നം ഒന്ന് പറയുക, ലാസർ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ലാസറിന് അടുത്തെത്തി തങ്ങളുടെ വൈഷമ്യമേറിയ ആ കഥകളെല്ലാം ലാസറിനെ പറഞ്ഞ് കേൾപ്പിക്കും. പക്ഷെ ലാസർ എല്ലാം കേട്ടൊന്ന് ചിരിക്കും. അദ്ദേഹത്തിന് മറുപടിയൊന്നുമില്ല, ഒരു ചിരി മാത്രമാണ്. അത് നാട്ടിലെല്ലാം പരന്നു. എന്തു പറഞ്ഞാലും ലാസർ ചിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ ഒരാൾ ഒരു അനുഭവം ലാസറുമായി പങ്കിടാനായും ഒരാശ്വാസത്തിനായും ലാസറിനടുത്തെത്തി. ആ കഥ കേട്ടതിന് ശേഷം പതിവ് പോലെ ലാസർ ചിരിച്ചു. അദ്ദേഹത്തിന് അല്പം ദേഷ്യം വന്നു. അപ്പം അദ്ദേഹം ചോദിച്ചു, എൻ്റെ ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാര്യം താങ്കളോട് പറഞ്ഞിട്ടും ഒരു വാക്കുപോലും ഒരു ആശ്വാസം പറയാതെ എന്താണ് താങ്കൾ ഇതുപോലെ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ലാസർ പറഞ്ഞ മറുപടിയാണ്, എത്ര വലിയ പ്രതിസന്ധിയിൽ കൂടെ നാം കടന്നു പോയാലും അതിൻ്റെ എല്ലാം അങ്ങേയറ്റം ഏറ്റവും അവസാനം എന്ന് പറയുന്നത് മരണമാണ്. ഞാൻ ആ മരണത്തിലെത്തിയതാ. അവിടെ നിന്നാണ് യേശു എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതിനപ്പുറത്ത് ആർക്കും ഒരനുഭവവും പറയാനില്ല. ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നത് ഇതുപോലെ മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ നടന്ന് കയറി ജീവിതത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടിയുമായാണ്. കഴിഞ്ഞ 30-ലധികം വർഷങ്ങളായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും വടക്കൻ മലബാറിലും മധ്യ തിരുവിതാംകൂറിലും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ ജേക്കബ് ഇപ്പോൾ തുരുത്തി ബെതേസ്ത IPC ചർച്ചിൻ്റെ ശുശ്രൂഷകനായി തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, കർത്താവിൻ്റെ ദാസി ബെറ്റി, 3 മക്കൾ, 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും. ആ മോളാണ് ജോസ്മി ജോൺസൺ. മകളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2023 നവംബർ മാസം പെട്ടെന്നൊരു ദിവസം മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യം അവളുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു. എന്നാൽ അവിടെ അത്ഭുതകരമാവണ്ണം ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം അവൾക്ക് വേണ്ടി ദൈവം നീട്ടുകയും ആ മരണക്കിടക്കയിൽ നിന്ന് ജീവിതത്തിലേക്ക് അവൾ നടന്നു കയറുകയും ചെയ്തു. ഈ പുതുതലമുറയിൽ ഒത്തിരി സംശയത്തോടെ ദൈവിക വിടുതലുകളെ വീക്ഷിക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ അവയെ വല്ലാതെ വിമർശിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരെ ഞങ്ങൾ കാണുന്നുണ്ട്. അവരുടെ മുമ്പിലേക്ക് ആ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളുമായി, വേദനയുടെയും സങ്കടത്തിൻ്റെയും കടലാഴങ്ങൾ താണ്ടിയ ആ കുടുംബവുമായി ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ കഴിഞ്ഞ 30-ലധികം വർഷങ്ങളായി നോർത്ത് ഇന്ത്യയിലും വടക്കൻ മലബാറിലും മധ്യ തിരുവിതാംകൂറിലുമൊക്കെ പല സഭകളിൽ കുടുംബമായി ശുശ്രൂഷ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിലെ ഒത്തിരി നോവുകളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ചാണ് നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ അപ്പോൾ തന്നെ ജീവിതത്തെ മുഴുവൻ പിടിച്ചു കുലുക്കത്തക്ക നിലയിൽ കഴിഞ്ഞ 2023 നവംബർ മാസം അങ്ങയുടെ കുടുംബം വലിയൊരു പ്രതിസന്ധിയിൽ കൂടി പോയതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ജോസ്മി മോളുടെ പെട്ടെന്നുണ്ടായ അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം, അത് എന്താണ്, ആ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് നൽകാമോ? തീർച്ചയായും. ഈ കഴിഞ്ഞ നവംബർ മാസം 15-ാം തീയതി എൻ്റെ വൈഫിൻ്റെ മൂത്ത ആങ്ങളുടെ മോൻ്റെ വിവാഹമായിരുന്നു. അത് നമ്മുടെ മൂലമറ്റത്ത് വെച്ചാണ്. അദ്ദേഹം ഒരു CSIയിലെ അച്ഛനാണ്.
അദ്ദേഹത്തിൻ്റെ മോൻ്റെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ട് പോയി. വിവാഹം എല്ലാം കഴിഞ്ഞ് ഇവള് അത്യാവശ്യം പാട്ട് പാടും. അങ്ങനെ അവിടെ സ്റ്റേജിൽ പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നു. അത്താഴമൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കിടന്നു. അപ്പോൾ ഇവളിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. രാവിലെ 4 മണിയാകുമ്പോൾ പഠിക്കാൻ എഴുന്നേക്കും. പക്ഷെ അന്ന് 4 മണിക്ക് എഴുന്നേറ്റില്ല. അപ്പോൾ യാത്രാക്ഷീണമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചില്ല. ഒരു 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് പോകാൻ ഒരു 7 മണിക്കത്തെ ബസ്സിന് ഇവിടുന്ന് കല്ലുമാലിയിൽ നിന്ന് കയറും. 6 കഴിഞ്ഞിട്ട് എഴുന്നേക്കാതെ വന്നപ്പോൾ അവളുടെ മമ്മി എന്ന് വിളിച്ചപ്പോൾ ഇവൾ എഴുന്നേൽക്കുന്നില്ല. അവൾ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഒരു സൈഡ് ഇല്ലാത്ത പോലെയാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പം ഒരു കൈ അനങ്ങത്തേ ഇല്ല. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡ് പാരലൈസ്ഡാണ്. ഞങ്ങൾ ഉടനെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ വള്ളംകുളത്തുള്ള ഒരു ചാക്കോ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം എല്ലാം നോക്കിയിട്ട് അത്യാവശ്യം മരുന്നൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ നമ്മുടെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ ന്യൂറോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് 3 മണിക്ക് അവിടെ കൊണ്ടുപോയി കാണിച്ചു. CT സ്കാൻ ചെയ്തു. അതിൻ്റെ ഫിലിമൊക്കെ നോക്കിയിട്ട് അതിനകത്ത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. അതിനകത്തൊന്നും കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. അത് മരുന്നൊക്കെ തന്നു വിട്ടു. പിറ്റേ ദിവസം റിപ്പോർട്ടായിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറെ ചെന്ന് കണ്ടു. റിപ്പോർട്ടിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ലെഫ്റ്റ് സൈഡ് കൈ അല്പം പോലും വിരൽ പോലും അനങ്ങത്തില്ല. ഈ കൈക്ക് മാത്രമാണ് കുഴപ്പം? കാലിലും പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്കിപ്പോൾ ഇവിടെ ഇത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാം. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രൊഫസറുടെ നമ്പർ വന്നു. അങ്ങനെ അപ്പോൾ ശനിയാഴ്ചയായി. അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച പോകാമെന്നുള്ള കണക്കുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം പക്ഷേ ഞായറാഴ്ച ഇവർ വീട്ടിലിരുന്നു, മമ്മിയും ഇവളും പോകുന്നില്ല. ഞാൻ പിള്ളേർ രണ്ടും പോയി. ആരാധന കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങളിവിടെ ഈ സിറ്റൗട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇവൾ പെട്ടെന്ന് നമുക്ക് ശരീരമല്ല തളരുന്ന പോലെ ഒന്ന് കിടക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ പിന്നെ കട്ടിലെ കൊണ്ട് കിടത്തി. അല്പം കഴിഞ്ഞപ്പോൾ ഇവൾ ദേഹം മുഴുവൻ വെട്ടി വിറയ്ക്കുകയാണ്. എടുത്ത് കുടയുന്ന മാതിരി വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഒട്ടും വെയിറ്റ് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് ബിലിവേഴ്സിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ല, അപ്പോൾ ആ സമയത്തും ഈ കൈ അനക്കാൻ പറ്റുന്നില്ല? ഇല്ല. പക്ഷെ അവൾക്ക് നടക്കാനും ഇരിക്കാനും പറ്റുന്നുണ്ടോ? കൈ പിടിച്ച് നടത്തണം. ആ പിടിച്ച് നടത്തുമ്പോൾ ഈ കാല് വലിച്ച് ഒരു കാല് കുഴപ്പമില്ലല്ലോ, അങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ ബിലിവേഴ്സിൽ ഒരു 3 മണിയായപ്പോൾ അവിടെ എത്തി. അവിടെ കൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്തു. ഇവിടുന്ന് നമ്മുടെ CT സ്കാൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം നോക്കി. പിന്നെ അവരവിടെ കുറേ ടെസ്റ്റൊക്കെ ചെയ്തു. അവർക്കൊന്നും മനസ്സിലായില്ല. അവസാനം അവർ പറഞ്ഞു, ഈ നട്ടെല്ലിൻ്റെ ഫ്ലൂയിഡ് എടുത്തിട്ട് ഒരു ടെസ്റ്റിന് അയക്കണം. അത് അമൃതയിലേ ഉള്ളൂ, 3 ടെസ്റ്റ് വേണം. അപ്പോൾ ഏകദേശം ഒരു 32,000 രൂപ ഒരു ടെസ്റ്റിന് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ടെസ്റ്റൊന്നും ചെയ്യണ്ട, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാം, നാളെ ഡിസ്ചാർജ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഏകദേശം ഉച്ചയോടുകൂടി ഡിസ്ചാർജ് വാങ്ങി അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ പോവാം. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞായിരുന്നു ആംബുലൻസിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ അന്നേരത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു ആംബുലൻസ് വിളിക്കാതെ ഞങ്ങൾ കാറുണ്ടായിരുന്നു, കാറ് കൊണ്ടുപോകാം, കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഏകദേശം ചിങ്ങവനം കഴിഞ്ഞപ്പോൾ ഇവൾ ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളുടെ മടിയിലേക്ക് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഈ തലയൊക്കെ നല്ലപോലെ വിറയ്ക്കുന്നുണ്ട്, ഈ ഞെട്ടലുണ്ട്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഞെട്ടലും വിറയലും എല്ലാം നിന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉറങ്ങാമെന്നല്ലോ, ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ച് വിളിച്ചില്ല. അപ്പം മെഡിക്കൽ കോളേജ് ചെന്ന് അവിടുത്തെ കാഷ്വാലിറ്റിയിൽ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, എഴുന്നേൽക്കുന്നില്ല. കാഷ്വാലിറ്റി ചെന്ന് വണ്ടി തുറന്നിട്ട് വിളിച്ചിട്ട് മുമ്പ് അനങ്ങുന്നില്ല. അങ്ങനെ പെട്ടെന്ന് സ്ട്രെച്ചർ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടെ എടുത്ത് അതിൽ കടത്തി. ഇവിടെ അൺകോൺഷ്യസ് ആണ്. അപ്പോൾ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞ് ഡോക്ടർമാർ വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല. അവസാനം അവർ കണ്ണ് തുറന്ന് നോക്കി. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ 2 കണ്ണുകൾ നിശ്ചലാണ്, അനങ്ങുന്നില്ല. അവർ പെട്ടെന്ന് മോണിറ്ററെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം 0 ആണ്. പൾസ് ഇല്ല, BP ഒന്നുമില്ല, എല്ലാം 0 കാണിക്കും. അപ്പോൾ ഡോക്ടർമാർ അവർ 2 പേരുണ്ട്, അവർ തമ്മിൽ പറയുന്നു ആൾ പോയി, ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, ആൾ പോയെന്ന് പറഞ്ഞു. എങ്കിലും ഒരു പെന്തക്കോസുകാർ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാസ്റ്റർ എന്നൊക്കെ മനസ്സിലാക്കി അവർ പെട്ടെന്ന് ഇവിടെ വായ വലിച്ച് തുറന്നിട്ട് അവർ തന്നെ കൃത്രിമ ശ്വാസം കൊടുത്തു. പിന്നെ ബലൂൺ പോലുള്ളൊരു സാധനം വെച്ചിട്ട് കൊടുത്തു. പിന്നെ CPR കൊടുത്തു.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മോണിറ്ററിൽ പൾസ് റേറ്റ് 10 എഴുതി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തിരിച്ചു വരും, കുഴപ്പമില്ല. അങ്ങനെ പെട്ടെന്ന് അവർ വെന്റിലേറ്ററിലാക്കാനുള്ള ക്രമീകരണമൊക്കെ അപ്പോൾ തന്നെ ചെയ്തായിരുന്നു. എങ്കിലും അവൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൊക്കെ തുറന്നു, അവൾ കോൺഷ്യസ് ആയി. പിന്നെ അവളെ ഒരു അഡ്മിറ്റ് ചെയ്തു. അവിടെ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഈ പാരലൈസ് ആയിട്ടുള്ള ആ വിഷയത്തിന് ഒരു മാറ്റം വന്നില്ല. ഈ ഭാഗം അനക്കാനേ പറ്റുന്നില്ല. കൈയൊന്നും വിരൽ പോലും അനങ്ങത്തില്ല. കൈയും കാലും അനങ്ങുന്നില്ല. കാല് അനങ്ങും, പക്ഷെ ഒരു വശം ബലഹീനമാണ്. ഈ കാലൊക്കെ ബലഹീനമാണ്. അപ്പോൾ തലയുടെ ആ വിറയിലൊക്കെ മാറിയ ആ തലയുടെ വിറയിലും മാറിയില്ല. അപ്പോൾ തലയും വിറയ്ക്കുന്നു. ഏത് സമയം ഇങ്ങനെ ഈ ഞെട്ടലങ്ങ് മാറി തല മാത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ ഒരു ഡോക്ടർ പറഞ്ഞ് ഇവളെ ഇങ്ങനെ അഭിനയിക്കുകയാണെന്നാണ്. ഇത് കാരണം അവർ നോക്കിയിട്ടൊന്നും അവർക്കൊന്നും കാണുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അവിടെ തന്നെ നമ്മൾ വീണ്ടും വേറെ ഒരു CT സ്കാൻ ചെയ്തു, കോൺട്രാസ്റ്റ് MRI മരുന്ന് കുത്തിവെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തും ഒരു കുഴപ്പമില്ല. പക്ഷേ കൈ അനങ്ങത്തില്ല, വിരൽ പോലും അനങ്ങത്തില്ല. കൈ നമ്മളെടുത്താൽ പഞ്ഞി പോലെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം അവിടെ കിടന്നു. മെഡിക്കൽ കോളേജിൽ എത്ര ദിവസം കിടന്നു? മെഡിക്കൽ കോളേജിൽ 10-12 ദിവസത്തോളം അവിടെ കിടന്നു. മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തോ? മരുന്ന് വല്ലതും കൊടുത്തോ? അവരെ ട്രീറ്റ്മെൻറ്റ് പുള്ളിക്കാരി നേഴ്സായിരുന്നുകൊണ്ട് ഇവർ കൊടുക്കുന്ന മരുന്നൊക്കെ നോക്കുക എന്താണെന്ന്. ശരിക്കും പറഞ്ഞാൽ അവർ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തുള്ളൂ, അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള മരുന്ന് കൊടുത്തില്ല. അവർക്ക് കൊടുക്കാൻ പറ്റില്ല. എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പം ഉറങ്ങാൻ വേണ്ടിയുള്ള മരുന്നുകൾ ഇങ്ങനെ കൊടുത്തേ ഉള്ളൂ. പിന്നീട് അത് കഴിഞ്ഞ് ഒത്തിരി എല്ലാവരും ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങോട്ട് പോകണമെന്നോ ആരെ കാണണമെന്നോ ഏത് ഡോക്ടറെ കാണണമെന്നോ ഒരു ഐഡിയ ഇല്ലാതായിപ്പോയി. അതെ, എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം മെഡിക്കൽ സയൻസിന് പോലും അതെ മോളുടെ എന്താണ് അവളുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു രോഗം അവർ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അവൾക്ക് ഒരു സൈഡ് അനക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ആ സമയത്ത് അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു മോൾക്ക് വേണ്ടി. ധാരാളം പേര് ഉപവസിച്ച് വരെ പ്രാർത്ഥിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഈ നട്ടല് കിഴിക്കണം എന്ന് പറഞ്ഞത് ബിലീവേഴ്സിലാണ്. അപ്പം പാസ്റ്റർ എന്താ മറുപടി പറഞ്ഞേ? ഞാൻ പറഞ്ഞു ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ ഉണ്ടായിരുന്ന? കാരണം അതിന് പല ആൾക്കാരും പറഞ്ഞു അങ്ങനെ ചെയ്യിക്കരുത്, ഇവള് പെങ്കൊച്ചല്ലേ, അങ്ങനെ ഒന്നും ചെയ്യിക്കരുത്. പിന്നെ ഒത്തിരി പൈസ, ഒരു ടെസ്റ്റിന് തന്നെ ഏകദേശം 32,000 രൂപ എന്ന് പറഞ്ഞു. 3 ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 1 ലക്ഷത്തോളം രൂപയാവും. അതെല്ലാം കൊണ്ടാണ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത് അന്നേരം എടുത്ത തീരുമാനം ഏറ്റവും നന്നായെന്ന് പിന്നീട് മനസ്സിലായി അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ 12ഓളം ദിവസം നിങ്ങൾ മെഡിക്കൽ കോളേജിൽ മോളയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അപ്പോൾ അങ്ങനെ ധാരാളം പേര് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവള് കഴിഞ്ഞ സീസണിൽ നമ്മുടെ പവർ BBSൽ ഒത്തിരി വർക്ക് ചെയ്തു. ഇവിടെ ഒത്തിരി BBS തന്നെ കണ്ടക്ട് ചെയ്തു. തിരുവനന്തപുരം, പാലക്കാട്, തൃശ്ശൂർ, ഒത്തിരി സ്ഥലത്ത്. അപ്പം അറിയുന്ന അവരെല്ലാവരും അത്തരത്തിൽ ആത്മീയ കാര്യങ്ങൾ ആക്ടിവിറ്റീസിലൊക്കെ ഒരു അല്പം മുമ്പിലാണ്. ഇപ്പം മോളവിടെ തൊടുപുഴ മറ്റോ അല്ലേ അവിടെ കല്യാണത്തിന് പോയി? അതെ, മൂലമറ്റത്ത്. അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടി അല്ലേ തലേ ദിവസം? ഈ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ അന്ന് ഞാനത് എവിടെയോ സോഷ്യൽ മീഡിയ വഴി ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ പാട്ട്, ഇവള് പാടിയ പാട്ട് പാരിൽ പാർക്കും അൽപായസിൽ ഭാരങ്ങളധികം വേണ്ടി എന്നുള്ള പാട്ടാണ് പാടിയത്. അപ്പോൾ എല്ലാവരും ആ പാട്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാവരും ആ പാട്ടിലിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പിൽ ഈ പാട്ട് കേട്ട് അന്നേരം തൊട്ട് എൻ്റെ മനസ്സിൽ എന്തോ ഒരു എന്താ ഇപ്പോൾ ഈ പാട്ട് പാടുന്നത്, എന്തോ സംഭവിക്കുമെന്നുള്ള ഒരു ചിന്ത അന്നേരം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല. ആ പാട്ട് എന്തുകൊണ്ട് ആ പാട്ട് പാടി, എന്തോ സംഭവിക്കുമെന്നുള്ള ഒരു ചിന്ത അപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയിൽ കൂടെ പോയപ്പം കുറെ കൂടെ കർത്താവിനോട് അടുക്കാനും ധൈര്യത്തോടെ. അപ്പം ഞാൻ പാസ്റ്ററെ വിളിക്കുന്ന സമയത്തൊക്കെ ശരിക്കും നമ്മൾ തമ്മിൽ നല്ല സ്നേഹബന്ധം വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ടും മോളെയും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും ഒരു പിതാവിൻ്റെ ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ പാസ്റ്ററെ വിളിക്കുന്നത്. പക്ഷേ പാസ്റ്ററെ വിളിക്കുമ്പോഴൊക്കെ ഒരു സാധാരണ ഒരു പനി വരുന്നതിൻ്റെ ഒരു പ്രതികരണമാണ്. അപ്പോൾ അത്രത്തോളം ധൈര്യം അത് ദൈവികം ആയിട്ട് അല്ലാതെ നമുക്ക് മാനുഷ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ
ഏതായാലും മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ആ ദിവസങ്ങളിൽ അവർ മരുന്നൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല ഇല്ല, അല്ലേ? ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. കാരണം അവർ കണ്ടുപിടിച്ചിട്ടില്ല എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാതെ മരുന്ന് ചെയ്യണ്ടേ അവർക്ക്. പിന്നെ കൊടുത്തത് എന്താ? ഉറങ്ങാനൊക്കെ ഉള്ള മരുന്നേ ഉള്ളൂ. ഉറങ്ങാൻ വേണ്ടിയൊക്കെ ഉള്ള മരുന്ന്. അപ്പോൾ ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ട്രെസ് കുറയ്ക്കാൻ, മാനസികമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും കൊടുത്തില്ല. അപ്പം ഞാൻ ഈ സമയത്തൊക്കെ 1-2 തവണ പാസ്റ്ററെ വിളിച്ചെങ്കിലും പിന്നെ നമ്മൾ നേരിട്ട് കാണുമായിരുന്നല്ലേ? അതെ അതെ. അന്നേരം ശരിക്കും ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. അതെ അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററോട് ചോദിച്ചത് മോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു അവൾ കോളേജിൽ പോയെന്നാണ് പറഞ്ഞത്. അതെ അതെ. അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത്രയും സീരിയസ് ആയിട്ട് എന്താണെന്ന് പോലും അറിയാതെ ശരിക്കും മരണനിഴലിൻ്റെ താഴ്വരയിൽ എത്തിയതാണ്. അപ്പം അങ്ങനെ കിടന്ന ഒരു കുഞ്ഞ് പാസ്റ്റർ പിന്നെ കാണുമ്പോൾ അവൾ കോളേജിൽ പോയി എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ശരിക്കും ആ ദിവസങ്ങളിൽ എന്താ സംഭവിച്ചത്, എന്താണ് അവിടെ പിന്നീട് നടന്നതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്ന് അറിയണം. കാരണം ദൈവിക വിടുതലുകളെ വളരെ ചോദ്യത്തോടെ ഇല്ലെങ്കിൽ അവിശ്വാസത്തോടെ കാണുന്ന ഒരു തലമുറയായത്. അതൊക്കെ പെന്തിക്കോസുകാർ കെട്ടിച്ചമയ്ക്കുന്ന കഥകളാണെന്നും അതൊക്കെ ഗിമ്മിക്കുകളാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലാണ് ഈ അവളുടെ പ്രായത്തിലുള്ള ഒരു അത്ഭുത സാക്ഷിയാണിത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് അവൾ എഴുന്നേറ്റത്, അത് കൃത്യമായിട്ടൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയണം. അപ്പോൾ അതിന് മുമ്പ് ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയാണ്. ജോലിയുടെ കൂട്ടത്തിൽ അവൾക്ക് മിനിസ്ട്രി ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ തന്നെ ഈ അസുഖം വന്നതിന് ശേഷം അനേക ദൈവദാസിമാരും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് അവർ പറഞ്ഞ ഒരു ആലോചന ഉണ്ട്. ഇത് രോഗമല്ല, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. ഇത് ഇവൾക്കൊരു സാക്ഷ്യത്തിന് വേണ്ടിയാണ്. ഇവളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അവക്കൊന്ന് രുചിച്ചറിയാം. യെസ്, അവൾ കേട്ടറിവേ ഉള്ളൂ. അതെ അതെ. പപ്പ പ്രസംഗിക്കുന്നതും മറ്റുള്ളവരൊക്കെ പറയുന്നതേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ആ ദൈവത്തെ അനുഭവിച്ചറിയാനുള്ള ഒരു അവസരം. ആ ദൈവം അതിനുവേണ്ടി അനുവദിച്ചാണെന്നാണ് പലരും പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും പറഞ്ഞ അങ്ങനെ ഒരു ആലോചന പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ രോഗശാന്തിയൊക്കെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം പലർക്കും അനുഭവമില്ല. അതുകൊണ്ടാണ് അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അനുഭവത്തെ ഖണ്ഡിക്കാൻ ആർക്കും പറ്റില്ല. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുക്ക് സാഹിബ് കൂടെ വന്നപ്പം തർജ്ജമ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ സായിപ്പ് പറഞ്ഞു എൻ്റെ യേശു നിങ്ങളെ സൗഖ്യമാക്കും. അപ്പോൾ തർജ്ജമ ചെയ്ത ആൾ പറഞ്ഞു സായിപ്പിൻ്റെ യേശു നിങ്ങളെ സൗഖ്യമാണ്. എൻ്റെ പറയാൻ പറ്റത്തില്ല, അനുഭവമില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവക്ക് ഒരാളോട് പറയണമെങ്കിൽ ധൈര്യമായിട്ടും പറയാമല്ലോ. അത് ഞാൻ അതിൻ്റെ ജീവിക്കുന്ന സാക്ഷിയാണ് എന്ന് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ എന്താണ് അവിടെ ഹോസ്പിറ്റലിൽ അതിനുശേഷം സംഭവിച്ചത്? അപ്പോൾ ഒത്തിരി പേര് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തൊടുപുഴയിൽ മുട്ടം എന്ന് പറയുന്ന സ്ഥലം, തൊടുപുഴ മുട്ടം, അവിടെ എൻ്റെ പപ്പയുടെ ഒരു പെങ്ങളുടെ മോള് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഏകദേശം ഒരു 18 വർഷമായിട്ട് ഒരു പ്രയർ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ഇവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ളൂ ഒരു ആൻറ്റി പൗളി എന്ന് പറയും. പുള്ളിക്കാരി ഇവൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു, പറഞ്ഞു. അങ്ങനെ നമ്പർ തന്നു, ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 25-ാം തീയതി അല്ലേ, 26-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ അപ്പോൾ പാസ്റ്റർമാരൊക്കെ വരുന്നുണ്ട് കാണാൻ വേണ്ടി. ഒത്തിരി പേര് വന്നു. അവരെല്ലാവരും പോയതിന് ശേഷം ഒരു 6:30 കഴിഞ്ഞപ്പോൾ ഇവർ ആൻറ്റിയെ വിളിച്ചു, ഫോണിൽ വിളിച്ചു, അവർ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു രോഗമല്ല, ഇതൊരു ബന്ധനമാണ്, പ്രാർത്ഥിച്ചാൽ മാറും. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിങ്ങൾ കൈ പിടിച്ചോളാം, ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വെള്ളം എടുത്തു പിടിച്ചു. പുള്ളിക്കാരി ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ആ സമയത്ത് ബെറ്റിയാണ് അവിടെ ഇരിക്കുന്നത്. ബെറ്റി കൈ എടുത്ത് ഇവളുടെ കൈ മടി വെച്ചിരിക്കുക. അപ്പം കൈക്ക് വെയിറ്റില്ല, വെറും പഞ്ഞി പോലെയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ ഇവളുടെ കൈയുടെ വിരൽ അനങ്ങാൻ തുടങ്ങി. വിരൽ ഏകദേശം ഒരു 10-12 ദിവസമായിട്ട് വിരൽ അനങ്ങത്തേ ഇല്ല, വിരൽ പോലും ചലിക്കില്ല. അപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിരലുകൾ അനങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ കൈക്ക് വെയിറ്റ് വരുന്നത് ബെറ്റിക്ക് മനസ്സിലായി. ഈ കൈ മടി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കൈക്ക് വെയിറ്റ് ഉണ്ടാകുന്നത്, ബെറ്റി എന്ന് പറയുന്നത് വൈഫ് അല്ലേ, ഓക്കെ. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഇവള് തന്നെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. 12 ദിവസമായിട്ട് ഒരേ കിടപ്പ് കിടന്നയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ, ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കും. നിങ്ങൾ കോരി കൊടുക്കുകയായിരുന്നു അതോ? അല്ല, വലത് കൈ ആ കൈ ഉപയോഗിച്ച് കഴിക്കും, കുഴപ്പമില്ല. പക്ഷേ ഈ ഭാഗമാണ് പ്രശ്നമുള്ളത്.
ഓക്കെ. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കംപ്ലീറ്റ് 6:47 ആ ടൈം. ആ സമയത്ത് ഇവള് പൂർണ്ണ സുഖമായി ചാടി എഴുന്നേറ്റു. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലെന്നുള്ള നിലയിൽ. പിന്നെ ഒരു പ്രശ്നമില്ല. അന്ന് വൈകുന്നേരം റൗണ്ട്സിന് ഡോക്ടർ വന്നപ്പം ഡോക്ടറോട് പറഞ്ഞു, സാറേ എനിക്ക് സൗഖ്യമായെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചോദിച്ചു എങ്ങനെ? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞു എൻ്റെ കയ്യിലൊന്ന് പിടിച്ച് വലിക്കാൻ പറഞ്ഞു. ഇത് അനങ്ങാതെ കിടന്നു ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഡോക്ടർ കയ്യെ പിടിച്ച് പുള്ളി പറഞ്ഞു ഇങ്ങോട്ട് വലിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, എന്താ സംഭവിച്ചതെന്ന് പുള്ളിക്ക് അറിയില്ല. അതിനുശേഷം വീണ്ടും അവർ ഒരു 2-3 ദിവസം കൂടെ അവിടെ കിടത്തി. കാരണം ഡിസ്ചാർജ് ചമ്മറയിൽ എന്തെങ്കിലും എഴുതണമല്ലോ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, അവർക്കൊന്നും എഴുതാനില്ല. അവസാനം അവർ പിന്നെ സൈക്യാട്രി വരെ വിട്ടു. ഇതെന്തോ മാനസിക പ്രശ്നമാണ്. അപ്പോൾ 3 പ്രാവശ്യം സൈക്യാട്രി പോയിട്ട് അവർ പറഞ്ഞു ഇവർക്ക് ഒരു കുഴപ്പമില്ല, ഇങ്ങോട്ട് വരിക വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് സൗഖ്യമാക്കി, പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. 6:47 എന്ന് പറയുന്ന ആ സമയത്ത് ആ പ്രാർത്ഥനയിൽ, അതായത് കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഒരു സഹോദരി പ്രശസ്തയല്ല, രോഗശാന്തി വരപ്രാപ്തി എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ല. ഒരു സഹോദരി ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ആ ശബ്ദം കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ മോള് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു 100% സൗഖ്യം. അതുമല്ല, അവളുടെ ദേഹത്ത് അതിനു മുമ്പ് നട്ടലിനൊക്കെ 2-3 സ്പോട്ടിൽ വേദന ഉണ്ടായിരുന്നു. ആ വേദനയും മാറി, എല്ലാം മാറി കംപ്ലീറ്റ് ഹീൽഡായി. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ പാസ്റ്റർ പറഞ്ഞത് കേട്ട് പ്രേക്ഷകരെല്ലാം അത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പദം ഉപയോഗിച്ചു, ആ ദൈവദാസി പറഞ്ഞത് ഇത് രോഗമല്ല, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ബന്ധനമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിശിതമായിട്ട് വിമർശിക്കുന്ന നല്ല ഒരു ശതമാനം ആളുകളുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഇത് മീഡിയ വഴി ഈ സാക്ഷ്യം പോകുന്നത്. യേശു കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ 18 സംവത്സരം ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു അവളെ തൊട്ടിട്ട്, മകളെ നിൻ്റെ രോഗം മാറിയിരിക്കുന്നു എന്നല്ല പറഞ്ഞ, നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നെന്ന്. അപ്പോൾ രോഗവുമുണ്ട്, രോഗാത്മാവും ഉണ്ട്. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ രോഗത്തിന് ചികിത്സിക്കാൻ ഇന്ന് മെഡിക്കൽ സയൻസ് വലിയ ഡെവലപ്മെൻറ്റ്സാണ് മെഡിക്കൽ സയൻസിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഒരു രോഗബന്ധനത്തെ ചികിത്സിച്ച് മാറ്റാൻ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെ ഇന്നും യേശു വിടുവിക്കുന്നു. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് ക്രിസ്തീയതയുടെ സാക്ഷ്യം. തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ രുചിച്ചറിയാം. ഇനി ആരും എന്ന് പറഞ്ഞാലും ജോസ്മി മോളെ സംബന്ധിച്ചിടത്തോളം അവൾക്കറിയാം എന്താണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അങ്ങനെ ആ സൗഖ്യം പിന്നെ ഒരു 3 ദിവസം കൂടെ നിങ്ങൾ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അവർക്ക് ഉറപ്പിന് വേണ്ടി, നമ്മുടെ ഉറപ്പിന് വേണ്ടിയല്ല. ഞങ്ങൾ അന്നേ പോരാൻ തയ്യാറാ. കാരണം അവൾ അത്ര ഹെൽത്തി ആയി. ഒരു കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. അവർ വിടത്തില്ല. കാരണം ഇത് എന്താണെന്ന് അവർക്കൊന്ന് സ്പെസിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒരു 10-15 ദിവസം ഒരു മുൾമുനയിൽ എന്ത് സംഭവം, എന്ത് ചെയ്യും നമുക്കറിയില്ല. അതിനിടയിൽ ആ ഡോക്ടേഴ്സ് പറഞ്ഞത് 15 മിനിറ്റ് മുമ്പ് ഇവളുടെ പ്രാണൻ വരെ പോയി എന്നാണ് പറഞ്ഞത്. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അടുത്തു നിന്നാണ്. ഇപ്പം മരണം പിടിച്ചുകൊണ്ട് പോയതിനെ അധികാരത്തോടെ തിരിച്ചു കൊണ്ട് തന്നിരിക്കുക. ജോസ്മിയോളെ കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവൾ പഠിക്കാൻ നല്ല ബുദ്ധിമതിയായ കുട്ടിയാണ്. എനിക്ക് ചെറുപ്രായം തൊട്ട് കുഞ്ഞിനെ അറിയാം. അവൾക്ക് ചെറുപ്രായം തൊട്ട് അവളുടെ ഹൃദയത്തിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ രാഷ്ട്രത്തെ സേവിക്കുവാൻ പട്ടാളത്തിൽ ചേരണം. അവളുടെ പഠനത്തിൻ്റെ ഒരു നല്ല സമയവും അവൾ അതിനുവേണ്ടി ഒരുങ്ങുകയും ആഗ്രഹിക്കുകയും ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ആ മേഖലകളിൽ അവൾ ഒരുങ്ങി തയ്യാറായി വന്നുകൊണ്ടിരുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ NCCയുടെ C കാറ്റഗറി വരെ അവൾ എത്തിയതാണ്. അങ്ങനെ അവൾക്ക് MBBSന്, മിലിറ്ററി MBBSന് സെലക്ഷൻ കിട്ടി കേരളത്തിൽ നിന്ന്. പക്ഷേ ആ സെലക്ഷൻ കിട്ടി അവിടെ ജോയിൻ ചെയ്യേണ്ട സമയം, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ട സമയം എങ്ങനെയോ അവൾ അറിഞ്ഞില്ല. ഒന്നുകിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അവളെ അറിയിച്ചില്ല. അവസാനം സമയമെല്ലാം പോയതിന് ശേഷം അവൾക്ക് ഒരു തരത്തിലും അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയം അവളെ വിവരം അറിയിക്കുകയും അവൾക്ക് പകരം മറ്റൊരു കുട്ടി അവിടെ അതിന് ജോയിൻ ചെയ്യുകയും ചെയ്തു.
വളരെ സങ്കടകരമായ രീതിയിൽ അവൾ പഠനത്തെ എല്ലാം അതോടുകൂടി പഠിക്കണ്ടെന്ന് പോലും തീരുമാനിച്ച് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് മാറിപ്പോയായിരുന്നു ആ സമയം. പിന്നീട് അവൾ BSc ഡിഗ്രിക്ക് ചേരുകയും ഫിസിക്സ് ഐച്ഛിക വിഷയമായി എടുത്തുകൊണ്ട് അവൾ പഠനം പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അവളുടെ ജീവിതത്തിലാണ് ഇത്രയും എന്താ പറയുക, ഹൃദയസ്പർശിയായ അല്ലെങ്കിൽ ഹൃദയത്തെ നോവിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയത്. ജോസ്മി മോൾ നമ്മുടെ കൂടെ ഉണ്ട്. എന്തു തോന്നുന്നു കഴിഞ്ഞ ജീവിതത്തെയൊക്കെ ഓർത്തിട്ട്? ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട്. അതോടൊപ്പം എൻ്റെ കുറേ ഡൗട്ട്സ് ക്ലിയർ ആയിട്ട് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയ പോലെയാണ് എനിക്ക് ആ ഒരു അനുഭവം. ഇനി ഒരു സംശയവും ഇല്ല. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ മറ്റേ ഹസ്കേലിനോട് ചോദിച്ചാൽ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ അന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ ഡൗട്ട്ഫുള്ളി നിന്നേനെ. പക്ഷെ ഇന്ന് ചോദിച്ചാൽ എനിക്ക് 100% ഷുവർ ആയിട്ട് പറയാൻ പറ്റും, ജീവിക്കും എന്ന് പറയാൻ പറ്റും. ഒരു തരത്തിലും സാധ്യതയില്ലാത്തതാണ് അസ്ഥികൾ. പക്ഷെ ദൈവത്തെ കൊണ്ട് അതും പറ്റും, കഴിയുമെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞു അല്ലേ? സന്തോഷമുണ്ട് മോളെ. ഈ കാലഘട്ടത്തിലൊക്കെ ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ സമൂഹത്തിന് കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോയേ പറ്റുള്ളൂ. എങ്ങനെയായിരുന്നു, നിനക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമോ? എന്താ ആ സമയത്ത് എങ്ങനെയാണ് നീ അതിനെ കണ്ടത്, ഇല്ല നീ അനുഭവിച്ചത് എങ്ങനെയാണ്? ചെറുതായിട്ട് അതിനെ ഒന്ന് ചുരുക്കി, അധികം സമയമെടുക്കാതെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാം. ആദ്യം ഞാൻ പറയാണെങ്കിൽ ആ പാട്ട് പാടി എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഭയങ്കര വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അല്ല, ഒരു കാര്യം, ആ പാട്ട് ഒരു 4 ലൈൻ പാടാമോ? തീർച്ചയായും. ഒന്ന് പാടിക്കാൻ 4 ലൈൻ. വൻതീരകളുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ എൻ പടകിൽ ഞാൻ ഏകനായി ആശയറ്റെന്നു തോന്നുമ്പോൾ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ഈ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻസാ. പക്ഷെ അത് പാടി 12 മണിക്കൂറിനകം നീ അത് അനുഭവിച്ചറിയാൻ തുടങ്ങി അല്ലേ? ആശയറ്റെന്ന് തോന്നി, പടകിലേകയാണെന്ന് തോന്നി, പക്ഷെ ചാരത്തവൻ വന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു, എങ്ങനെയാണ് ആ സാഹചര്യത്തിൽ? മോള് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കും അല്ലേ? അതെ, പഠിക്കാൻ ഇച്ചിരി ടഫായിട്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ഇപ്പോൾ BSc ഫിസിക്സിന് ശേഷം ഇപ്പോൾ ഏതാ കോഴ്സ് ചെയ്യുന്നത്? മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യുന്നു. മെഡിക്കൽ സ്ക്രൈബിംഗ്. അപ്പോൾ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് എഴുന്നേക്കും. പക്ഷേ ആ സമയത്ത് എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഒരു സൈഡ് ഫുള്ളും തളർന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴും മമ്മി വന്ന് വിളിച്ചു. അന്ന് പറഞ്ഞാൽ തലേന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ, എന്നൊന്നില്ലാത്തൊരു സന്തോഷത്തിലാണ് ഞാൻ കിടന്നിരുന്നത്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായി. അങ്ങനെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ നമ്മളൊക്കെ പോയി. അപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെ പറയുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്ന്, ഞാൻ ഇത്രയൊക്കെ നിന്നിട്ടും എനിക്കിങ്ങനെ ഒന്ന് വന്നല്ലോ, അങ്ങനെ ഒരു സങ്കടം എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെ ബിലിവേസിൽ നമ്മൾ പോയപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം വന്നു കഴിഞ്ഞ് നമ്മളെ ബിലിവേസിൽ കൊണ്ടുപോയി. അങ്ങനെ അവർ ICUലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്തു. ICUയിൽ ചെന്നപ്പോൾ ആരുമില്ല സംസാരിക്കാനൊന്ന്. കാര്യങ്ങൾ നഴ്സുമാരും ഡോക്ടേഴ്സും വന്ന് പോകുന്നതല്ലാതെ ആരും ഇല്ലാതെ അവനെ കട്ടിലേക്ക് ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയപ്പം ഈ വയ്യാതിരുന്ന സാറ്റർഡേയിലും, അതായത് ഞാൻ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ സാറ്റർഡേ ഇവിടെ ഒരു യൂത്ത് മീറ്റിംഗ് ആണ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ പോയി. അപ്പോൾ അവിടെ ഒരു അങ്കിള് പിന്നെയും എന്നോട് പറയുന്നുണ്ട്, മോളെ നിനക്ക് ഈ ഒരു മനസ്സ് തളരുന്ന ഒരു അവസ്ഥ വരും, അപ്പോഴും തളർന്നു പോകരുതെന്ന് പറഞ്ഞാൽ എന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അങ്കിൾ പറഞ്ഞുകൊണ്ട് അപ്പോഴും ഞാനിങ്ങനെ വിചാരിച്ചു എന്തുകൊണ്ട് എന്നോട് അങ്ങനെ പറയുന്നു. കാരണം അതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല, നീ പലയിടത്തും തളർന്നു പോകും, അവിടെയൊക്കെ പിടിച്ച് നിൽക്കണം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്കിൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പം അന്ന് എനിക്ക് അങ്കിളിനെ പേഴ്സണലി അറിയത്തില്ല. അങ്ങനെ അപ്പോൾ ആ കിടന്ന് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പം എനിക്ക് മനസ്സിൽ വന്നൊരു, അല്ലെങ്കിൽ ദൈവം എന്നെ കാണിച്ചൊരു വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അന്നോടെ എനിക്ക് ആ പേടി ഒക്കെ പോയി. അങ്ങനെ അവിടുന്ന് ICUയിൽ നിന്ന് എന്നെ മാറ്റി കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര ഒരു ദാഹമാണോ വിശപ്പാണോ അറിയില്ല. അങ്ങനെയാണ് എനിക്ക് ഇവർക്ക് ഒരു ജ്യൂസ് വാങ്ങി തന്നത്. അത് കുടിച്ച് പിന്നെ എനിക്ക് ഓർമ്മയില്ല ഒന്നും. പിന്നെ എൻ്റെ മനസ്സിൽ ആ ഒരു ഇത്രയും ഭാഗം ബ്ലാങ്ക് ആണ്. വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ടല്ലോ എനിക്ക് ജീവനില്ലാതെയാണ് ഞാൻ ചെന്നൈ. ആ ഒരു ടൈമിൽ എനിക്ക് ഫുൾ ഒരു വെട്ടം, പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ന് വരെ എനിക്കത് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ ഭയങ്കര ഒരു പ്രകാശത്തിൽ കൂടെ ഞാൻ ഇങ്ങനെ നിൽക്കുക. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഈ ഒരു നല്ലൊരു പ്രകാശം എനിക്ക് കാണുന്നത്.
അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോഴാണ് ഡോക്ടേഴ്സ് അപ്പോഴാണ് എനിക്ക് കോൺഷ്യസ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലാണ് എന്നറിയുന്നത്. അതുവരെ ഞാൻ ആ ഒരു വെട്ടത്തിനകത്താണ്. അതെന്താണ് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലത്തെ നല്ലൊരു പ്രകാശത്തിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഡോക്ടേഴ്സ് പല കാര്യങ്ങളും പറയുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും എനിക്ക് ഈ വാക്യം വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ വരിക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എനിക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു ജീവൻ തോന്നി ഉള്ളിൽ. അപ്പം മമ്മിയാണെങ്കിലും വരുന്നവരൊക്കെ ഭയങ്കര സഹതാപത്തോടെ, അയ്യോ മോക്കിങ്ങനെ വന്നല്ലോ, ഇത്രയും ചെറുപ്രായമാണല്ലോ. അപ്പോഴും ഞാൻ അവരെ ദൈര്യപ്പെടുത്തും, മമ്മി ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അത് ആ ഒറ്റ ഒരു വാക്യത്തിൻ്റെ പുറത്താണ് എനിക്ക് ഈ ഒരു ചിന്ത വരുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് ഇനിയും അനേകം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ദൈവത്തിന്. എന്നെ അങ്ങനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവത്തിന് എന്നെ ആ ഒരു കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കിടക്കയിലാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഈ സൗണ്ട്, എനിക്ക് തൊണ്ട കൊണ്ട് സംസാരിക്കണം, ആ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. കാരണം എനിക്ക് പാട്ട് പാടാൻ അത്രയ്ക്ക് പോയാലും പ്രശ്നമില്ല, കുഴപ്പമില്ല, എനിക്ക് ശബ്ദം മതി. എനിക്ക് പാട്ട് പാടണം. പിന്നെ കുഞ്ഞുങ്ങളോട് VBSലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ അതെ, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി കുറേ കുഞ്ഞുങ്ങളായിട്ട് കണക്ഷൻസ് ഉണ്ട്. അപ്പം അവരുടെ ആ ഒരു മിനിസ്ട്രി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതിനിപ്പോൾ നമുക്ക് സൗണ്ട് മതി, നമ്മുടെ ബോഡിയിലേലും പ്രശ്നമില്ല, സൗണ്ട് മതിയാലും. ആ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഉള്ളിൽ. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സൈഡ് ഫുള്ള് ഭയങ്കര ഒന്നും അറിയത്തില്ല എനിക്ക്. പിന്നെ കാലിൽ ഇച്ചിരി ഒരു പവർ ഉണ്ടായിരുന്നുള്ളൂ, അത് പിന്നെ കുറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് പല കാരണങ്ങളും പറഞ്ഞു. അതൊന്നും ഞാൻ അങ്ങ് വകവയ്ക്കാറില്ല. കാരണം എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്, എനിക്ക് അങ്ങനെ ഒന്നും വന്നു പോകത്തില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് ആ ആൻറ്റി പ്രാർത്ഥിച്ചു. അതിന് മുന്നേ ഒരു പാസ്റ്റങ്ങൾ വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഭയങ്കര വിറയെന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയിലെ വിറയിൽ ബിലിവേസിയിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ തലയിലോട്ടായി. പിന്നെ തല മാത്രം ഭയങ്കരമായിട്ട് വിറയ്ക്കുകയായിരുന്നു. അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അവരിപ്പോൾ ഡോക്ടേഴ്സ് പറയും കൺട്രോൾ ചെയ്ത് നോക്ക്, പക്ഷെ ഞാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ആ പാസ്റ്റങ്ങൾ വന്നിട്ട് പ്രാർത്ഥിച്ചു. അങ്ങൾ കുറേ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ആ വിറയിൽ അങ്ങ് മാറി. വിറയിൽ നിന്നു. അന്ന് വൈകുന്നേരം കിടന്നുറങ്ങി. അതൊരു സാറ്റർഡേ. പിന്നെ സൺഡേയിലാണ് ഈ ആൻറ്റി, ഇപ്പം വിസിറ്റേഴ്സ് കുറേ പേര് വന്നു, അങ്ങനെ സംസാരിച്ചു, പ്രാർത്ഥിച്ചു, എല്ലാവരും പോയി ഞങ്ങൾ ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് ഞാനും മമ്മി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മളപ്പം മമ്മി പറഞ്ഞു, ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ആൻറ്റീനെ വിളിച്ചത്. ആൻറ്റീനെ വിളിച്ചു. ആൻറ്റി ഫോണിൽ കൂടെ തന്നെ പ്രാർത്ഥിച്ചു. നമ്മൾ ഡയറക്റ്റ് കണ്ടിട്ടില്ല, ആൻറ്റി നമുക്ക് പരിചയമില്ല, ഈ ആൻറ്റി പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഫോൺ തന്നു, സംസാരിച്ചു, പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു, പ്രാർത്ഥിച്ചു. ആൻറ്റി വെള്ളം തന്നു. അപ്പം തന്നെ എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഒരു തീയൊക്കെ പാസ് ചെയ്യുന്ന ഒരു ചൂടായിരുന്നു. കാരണം അതുവരെ എനിക്ക് കയ്യിലൊന്നും അറിയത്തില്ല. അവർ പിച്ചിയാലോ ചൂട് വെച്ചാലോ ഒന്നും എനിക്ക് ഈ കൈ കൊണ്ട് അറിയില്ല. പക്ഷെ ആ സമയത്ത് വേഗം ഒരു തീ പാസ് ചെയ്യുന്ന പോലത്തെ ഒരു ഭയങ്കരമായിട്ട് ചൂടും കാര്യങ്ങൾ അനുഭവിച്ചു. അങ്ങനെയാണ് എൻ്റെ വിരലുകൾ അനക്കി. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു, വെള്ളം തന്നു, ഞാൻ എണീറ്റു. ആ എണീപ്പ് പിന്നെ ഞാൻ ആ കട്ടിലയിൽ കിടന്നിട്ടില്ല. കാരണം അത്രയും ദിവസം കിടന്നതിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ ദൈവം തന്ന സൗഖ്യത്തിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ടൊന്നും പറയാം. ഞാൻ എഴുന്നേറ്റ് പിന്നെ എന്നെ ഡോക്ടേഴ്സ് കാണാൻ വരുമ്പോൾ ഞാൻ അവിടെ കാണില്ല, അവർ പിന്നെ എന്നെ വിളിച്ചു വരുത്തും. അതുപോലെ സന്തോഷമായിരുന്നു എനിക്ക്. ഈ കൈയല്ലേ പ്രശ്നം വന്നേ? ലെഫ്റ്റ് കൈ. ഈ കൈ എൻ്റെ കയ്യിലൊന്ന് പിടിച്ചേ, ഒന്ന് ബലപ്പെടുത്തിക്കേ. എൻ്റെ കൈ ഒന്ന് അങ്ങോട്ട്. ഇത് നല്ല പവറാ കേട്ടോ. ഇത് അത്യാവശ്യം പഞ്ച് പിടിക്കാനുള്ള ബലത്തിലായിട്ടുണ്ട്. വരുന്ന ആളുകളിൽ കർത്താവ് തന്നിരിക്കുന്ന ആയുസ്സിൽ നിൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊള്ള ചെയ്തു വെച്ചിരിക്കുന്ന നരകത്തോട് പഞ്ച് പിടിച്ച് അവിടെ നിന്ന് ചിലതിനെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്ര നാളായിട്ട് VBS ചെയ്യുന്നുണ്ട്? ഒരു വർഷമായുള്ളൂ. കഴിഞ്ഞ ഇയറിലാണ് VBSൽ വേണ്ടി ഇവരുടെ കൂടെ ജോയിൻ ചെയ്തത്. PYPL കുറച്ച് സജീവമാണെന്ന് തോന്നുന്നു. PYPയുടെ പ്രവർത്തനങ്ങൾക്ക് സ്കൂളെല്ലാം കാര്യങ്ങൾക്കും ചർച്ച് ആക്ടിവിറ്റീസിലെല്ലാം മുന്നിലുണ്ട്. അപ്പോൾ ഈ അനുഭവം ഒന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാനിപ്പം കഴിഞ്ഞ ഇയറിൽ VBS നിലമ്പൂർ പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾക്ക് ഒത്തിരി കുട്ടികളുണ്ട്. അപ്പം നമ്മൾ ആരെയും അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പം അത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പയ്യൻ, അവൻ പേരോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഈ പയ്യൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പം ഞങ്ങളങ്ങനെ മിണ്ടി പറഞ്ഞു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. ഞങ്ങളത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ചേച്ചി അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുമായിരുന്നു, ഒരു ഡിപ്രഷൻ എന്നൊക്കെ പറയാം, ആ ഒരു രീതിക്ക് ഇരിക്കുമായിരുന്നു. അന്ന് അവിടെ വന്നത് അവൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഫുഡ് അന്ന് നമുക്ക് സ്നാക്സ് ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. VBSനായിട്ട് വന്നതല്ല. അപ്പോൾ ഒരു പാട്ട് കേട്ടി അകത്ത് കയറിയിരുന്നതാണ്.
ആ സമയത്ത് ഞാൻ ഇവനെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി. നമ്മൾ അറിയുന്നില്ല. അപ്പോൾ കുറേ പിള്ളേരെ വിളിച്ച കൂട്ടത്തിൽ ഈ പയ്യനെയും മോനെയും വിളിച്ച് ഞാൻ സ്റ്റേജിൽ കയറ്റി. അവർ ആക്ഷൻ സോങ്സ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ അന്ന് വൈകുന്നേരം തിരിച്ച്, അപ്പം അവൻ്റെ വീട് തിരുവനന്തപുരത്താണ്, തിരിച്ചു പോകുന്ന വഴിക്ക് സൂസൈഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ആ ഒരു സ്റ്റേജ് വരെ അവൻ എത്തിയായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ കുറച്ച് പഴയ കാര്യങ്ങൾ, ഇതുപോലത്തെ കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതൊക്കെ ഞാൻ അന്ന് അവിടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പം അത് കേട്ടിട്ട് വീണ്ടും എനിക്ക് ജീവിക്കണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ചിന്ത വന്നു ചേച്ചി. അന്നോടെ ഞാൻ ആ സ്യൂസൈഡ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത കളഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ മോൻ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. ഇപ്പോൾ അവൻ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മോള് എന്നെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് എന്തൊക്കെയോ തോന്നുന്നു, എനിക്ക് മരണമല്ലാതെ എൻ്റെ മുന്നിൽ വേറെ ഒന്നുമില്ല. അന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കാരണം അത്രയും പ്രായമായിട്ടില്ല. അപ്പം ജസ്റ്റ് എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് തോന്നി, ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങി, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പോഴും ആ മോള് നല്ല ഒരു കോഴ്സൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോളെ, ഈ തലമുറയുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുതിയ ജനറേഷൻ വരികയാണ്. അവർക്ക് ദൈവിക കാര്യങ്ങളിലൊന്നും, അത് പെന്തിക്കോസുകാരുടെ മക്കളാണേലും പാസ്റ്റേഴ്സിൻ്റെ മക്കളാണേലും പുതുതലമുറയാണെങ്കിലും, ദൈവിക കാര്യങ്ങളിലൊക്കെ വിശ്വാസം കുറഞ്ഞു വരുന്ന ഒരു വലിയ പ്രതിസന്ധി ദൈവസഭകളെ നേരിടുന്നുണ്ട്. കാരണം ദൈവം അങ്ങനെയൊന്നും പ്രവർത്തിക്കുന്നില്ല, ദൈവത്തിന് അങ്ങനെയൊന്നും ചെയ്യാൻ, കാരണം അവർ കാണുന്നില്ല. തന്നെയല്ല, ചെറിയ സാഹചര്യം മതി അവർ ആത്മഹത്യയിലേക്കും വീട് വിട്ടിറങ്ങുക, നിസ്സാര കാര്യം മതി. ഒന്നിനെയും ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, ഒന്നിനെയും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അവരെ മോൾഡ് ചെയ്യുവാനും അവരെ നല്ല ദിശയിലേക്ക് തിരിച്ചുവിടാനും ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ തലമുറയിൽ ദൈവം ജോസ്മോളെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് കിട്ടിയ, ഇല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിനകത്തുള്ള ഈ ധൈര്യം അനേകായിരങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ, ജീവിതത്തെ തൻ്റെ ഇടത്തോടെ നേരിടാൻ, എന്ത് പ്രതിസന്ധി വന്നാലും, പടക് തകരാൻ തുടങ്ങുകയാണെങ്കിലും പാട്ട് പാടിയതുപോലെ തന്നെ, ഞാൻ ആ പടകിൽ ഏകനെന്ന് തോന്നിയാലും അല്ല, ഞാൻ ചാരത്തൊണ്ട്, അത് മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ ആണെങ്കിലും നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുമെന്നാണ് ദാവീദ് പറഞ്ഞത്. അത് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. അത് അനേകർക്ക് ജീവനായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വൻതീരകളേറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ എൻ പടകിൽ ഞാൻ ഏകനായി ആശയറ്റെന്നു തോന്നുമ്പോൾ